ഹലോ ഗൈസ്, മധുര കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് മധുരയിൽ ഒരു അമ്പലം കാണിച്ചു തന്നിട്ട് കൊണ്ടുവന്ന വീഡിയോ ഉണ്ട്. മധുരയ്ക്ക് വൺ ഡേ ട്രിപ്പ് എന്നും പറഞ്ഞിട്ട് രാവിലെ 4 പേരും കൂടി റെഡിയായി ട്രെയിനിൽ കയറി. 4 പേരെന്നും പറഞ്ഞിട്ട് ഈ അഞ്ചാമത്തെ ആൾ എവിടെ വന്നു നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ തല്ലി അണിച്ചു വിട്ട മുതലാണത്. അങ്ങനെ മധുര എത്തി ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. ആ പോണ ആളിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒക്കെ കറണ്ട് പോവുകയാണെന്ന്. വീടിൻ്റെ വെളിയിൽ ഇറങ്ങണ തന്നെ ആദ്യം കിട്ടണം. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ മധുര മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോയി. ഫസ്റ്റ് അവിടെ കയറാമെന്ന് വിചാരിച്ച്, പക്ഷെ കയറുമ്പോൾ വിചാരിച്ചില്ല ഫസ്റ്റും അവസാനം അവിടെ തന്നെയായിരിക്കുന്നു. ഞാൻ മേലെയും ഇവർ താഴ്ത്തിരിക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ഥലമില്ലാണ്ടാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവിടുത്തെ ഓട്ടോ വന്നിട്ട് മേലെയും താഴെയും കൂടി 2 സ്റ്റെപ്പായിട്ടാണ്. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞതായി അമ്പലം എത്തി. ഇങ്ങോട്ട് പോയത് വെറുതെ ആയില്ല കേട്ടോ. കാരണം ഈ അമ്പലം കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മധുരയ്ക്ക് പോവുക. അത്രയും വലിയ അമ്പലം വരുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി, പക്ഷെ ഫോൺ അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ വെളിയിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ മുന്നിലുള്ള സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടാ. നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്നാണ് ആലോചിച്ചത്. കാരണം അത്രയും ദൂരമുള്ളൂ. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയായി. അങ്ങനെ അവിടം വരെ പോയിട്ട് അവിടുത്തെ മെയിൻ ജിഗർദണ്ഡ കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ജിഗർദണ്ഡ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഇക്കത്തെ സാധനം ഏതായാലും കൊണ്ട് കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി ക്യൂ നിന്നു. ഒരു ദിവസം കൂടി നിന്നിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. കൂടെയുള്ള ആളുടെ അച്ഛൻ വഴക്ക് പറയുമെന്നും പറഞ്ഞപ്പോൾ നേരെ ഞങ്ങൾ ട്രെയിൻ കയറി തിരിച്ചിങ്ങോട്ട് വന്നു.